Hallelujah, hallelujah. Stotram, 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 stotram. Hallelujah, stotram, stotram. പ്രിയമുള്ളവരെ, 2021 മുതൽ 2024 അവസാനം വരെ നടന്നു വന്നതായ ശനിയാഴ്ച ബൈബിൾ ക്ലാസ് ഇന്നു മുതൽ പുനരാരംഭിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ മുമ്പ് അറിയിച്ചതുപോലെ ഇന്ന് ലൈവിൽ വരുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കുറച്ച് കോണ്ടാക്റ്റുകളെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന വിഷയമാണ്. ഫേസ്ബുക്കിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം, ഞാൻ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഏകദേശം 2014 മുതൽ ഈ ഒരു വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നുള്ള വിഷയം. ഞാനതിന് അവലംബിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. പുറമേ നിന്നുള്ള വേറെ ഒരു എഴുത്തുകളോ പുസ്തകങ്ങളോ വ്യാഖ്യാനങ്ങളോ ഈ വിഷയത്തിൽ ഞാൻ വായിക്കാറില്ല. വേദപുസ്തകം എന്താണ് നമ്മോട് സംസാരിക്കുന്നത്, ദ ബുക്ക് സ്പീക്കിംഗ് ടു അസ് എന്നുള്ളത്, ദ ബുക്ക് ഡിസ്കസ് വിത്ത് അസ്, അല്ലെ ദ ബുക്ക് റിവീൽ വാട്ട് ദ ബുക്ക് റിവീൽസ് ടു അസ്. നമ്മോട് വിശുദ്ധ ബൈബിൾ എന്താണ് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന രീതിയാണ് ഞാൻ അവലംബിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ബേസിക്കലി ഒരു മെട്രോളജിസ്റ്റ് ആണ്, ഏവിയേഷൻ മെട്രോളജിസ്റ്റ്, ഏവിയേഷൻ എഞ്ചിനീയറും അതുപോലെ തന്നെ ഏവിയേഷൻ മെട്രോളജിസ്റ്റുമായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്. അപ്പോൾ ഞങ്ങൾ ഈ മെട്രോളജിയിൽ ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ എന്ത് എക്യുപ്മെന്റ് കിട്ടിയാലും അതിന്റെ അവസ്ഥകളൊന്നും നോക്കാതെ അതിന്റെ ആവശ്യമായ ഡേറ്റ സേവ് ചെയ്തിട്ട് ഞങ്ങൾ ആ എക്യുപ്മെന്റ് റീസെറ്റ് ചെയ്യും. എന്തിനാണ് റീസെറ്റ് ചെയ്യുന്നത്? അതുവരെയുള്ള അതിന്റെ പ്രവർത്തനത്തിൽ ആ എക്യുപ്മെന്റിൽ കടന്നുകൂടിയിരിക്കുന്നതായ അനോമലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എക്സസോ എന്തെങ്കിലും ഡെഫിഷ്യന്റോ ഉണ്ടെങ്കിൽ അത് റീസെറ്റ് ആകാൻ വേണ്ടിയാണ്. നമ്മുടെ മൊബൈലിലൊക്കെ റീസെറ്റ് ടു ദ ഫാക്ടറി പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഉണ്ട്. ശരിക്കും ഫാക്ടറിയുടെ പ്രൊഫൈലിലേക്ക് നമ്മുടെ മൊബൈൽ ചിലപ്പോൾ റീസെറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അതിനെ ഞങ്ങൾ വിളിക്കുന്നത് അൺലേണിംഗ് എന്നാണ്. എന്ന് വെച്ചാൽ ഒരു എക്യുപ്മെന്റ് ഒരു പരിതസ്ഥിതിയിൽ കുറെ നാള് പ്രവർത്തിച്ചു കഴിയുമ്പോൾ ആ പരിതസ്ഥിതിയുമായിട്ട് അത് ചേർന്ന് അതിന്റെ യഥാർത്ഥ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഏതൊരു വിഷയം പഠിക്കുവാൻ ആഗ്രഹിച്ചാലും ഞാൻ ആദ്യം ചെയ്യുന്നത് അത് അൺലേൺ ചെയ്യും. അൺലേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുവരെ എന്തൊക്കെ കേട്ടോ, നമ്മൾ വിവിധ രീതികളിൽ സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് വ്യക്തികളിൽ നിന്നൊക്കെ ധാരാളം കാര്യങ്ങൾ കേട്ട് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ആണ്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എന്ത് ചെയ്യും? നമ്മൾ ഈ കേൾക്കുന്നതെല്ലാം പിക്കപ്പ് ചെയ്യും. ഇതെല്ലാം പിക്കപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു വിഷയം പഠിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഡേറ്റ നമ്മളുടെ പഠനത്തെ വല്ലാതെ എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും, അതിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ ഓരോ പ്രാവശ്യം ഞാനൊരു ബൈബിൾ ക്ലാസ്സിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴും ഞാൻ എന്നെ തന്നെ അൺലേൺ ചെയ്യും. അൺലേൺ ചെയ്തിട്ട് 1 മുതൽ പഠിക്കുവാൻ ആരംഭിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വിഷയം കൃത്യമായിട്ട് വിശുദ്ധ വേദപുസ്തകം എന്താണ് നമ്മോട് ആ വിഷയത്തിൽ സംസാരിക്കുന്നത് എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നും കർത്താവിന്റെ കൃപയാൽ അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പ്രിയ ES തോമസ് സാർ ജോയിൻ ചെയ്യാമെന്ന് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അദ്ദേഹം എന്നോട് ചോദിക്കുന്നതാണ്, ഓൺലൈനിൽ നമുക്ക് ഇക്കാര്യം ഒന്ന് ചർച്ച ചെയ്യാമോ എന്ന്. അപ്പോഴൊക്കെ ഞാൻ അതിന് അനുവദിച്ചില്ല. കാരണം അതിന് ചില കാരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വ്യക്തമായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യവും മറച്ചു വെക്കാറില്ല, ഉള്ള കാര്യം അങ്ങ് തുറന്ന് പറയുന്ന രീതിയാണ് എനിക്കുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ
ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിൽ സ്നാനം, അനുബന്ധ അടയാളങ്ങൾ എന്നുള്ളൊരു വിഷയമാണ്. ഞാൻ ഇന്ന് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതേക്കുറിച്ച് ഇട്ടിരുന്ന പോസ്റ്റിൽ പ്രത്യേകം പറയുന്നുണ്ട് എന്തൊക്കെ ആയിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്, പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നതിനെക്കുറിച്ച് സ്നാപകൻ, സ്നാനം ഏറ്റവർ, നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നത് ആരാണോ ആ പ്രക്രിയയുടെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ ആരാണ് അത് നമുക്ക് തരുന്നത്, ആ വ്യക്തിയുടെയും ഇത് എന്നെങ്കിലും ഒരിക്കൽ ഏറ്റിട്ടുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നവരുടെ സാക്ഷ്യം, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് ഏറ്റവും കൃത്യമായ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന ആ വിഷയത്തെക്കുറിച്ച് സ്നാപകൻ അഥവാ അല്ലെങ്കിൽ സ്നാനമേറ്റവർ എന്ത് പറഞ്ഞു, എന്താണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്കിത് അറിയില്ല. പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ നമുക്കിതൊന്നും അറിയില്ല. നമ്മൾക്ക് കേട്ട് മാത്രമേ അറിയുള്ളൂ അങ്ങനെയൊരു പദം. അപ്പോൾ അത് എവിടെ നിന്നാണ് പഠിക്കുന്നത്? നമ്മൾ ലോകത്തിലുള്ള സകലവിധ പുസ്തകങ്ങളും നോക്കിയാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന. വേറെ ഒരു പുസ്തകത്തിലും, ഈ ലോകത്തുള്ള വേറെ ഒരു മതഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ ആത്മീയ ഗ്രന്ഥങ്ങളിലോ പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന വിഷയം ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകം ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്നാപകൻ എന്ത് പറയുന്നു, എന്നെങ്കിലും ആരെങ്കിലും സ്നാനം ഏറ്റിട്ടുണ്ടെങ്കിൽ അവർ എന്ത് പറയുന്നു, ഇത് നമുക്ക് നല്ലൊരു സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആയിരിക്കും. ഇനിയും ഈ രണ്ട് കൂട്ടർ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ, ഈ പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് വ്യക്തമായിട്ട് സ്നാപകനും മുൻപ് സ്നാനമേറ്റവരും വ്യക്തമായി നമ്മോട് പറഞ്ഞ് നമ്മെ ഗ്രഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെയും വേറെ ഏതെങ്കിലും ഒരു വാക്യമെടുത്ത് അത് വ്യാഖ്യാനിച്ച് അത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. നാം ഒരു വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഏറ്റവും വിശ്വസിക്കുവാൻ സാധിക്കുന്ന സോഴ്സിൽ നിന്ന് അതെന്താണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ പോരാ, എനിക്ക് ഇനിയും അറിയണം എന്ന് പറഞ്ഞ് വേറൊരു ഭാഗമെടുത്ത് വ്യാഖ്യാനിച്ചിട്ട്, അത് നമ്മൾ സ്വയം വ്യാഖ്യാനിച്ചിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് എൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. എന്നാൽ ആ പരിപാടിക്ക് പോകാതെ ഈ പിന്നെയും ഇതിന്റെ കൂടുതൽ അറിയണം, കുറച്ചുകൂടെ വ്യാഖ്യാനിക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്കിത് മനസ്സിലാവൂ, ഞങ്ങളിത് അംഗീകരിക്കൂ എന്ന് പറഞ്ഞ് സമയം കളയാതെ ഈ സ്നാപകനും ആ സ്നാനമേറ്റവരും എന്തൊക്കെ പറഞ്ഞോ അത് അതുപോലെ അംഗീകരിച്ച് അത് ഏൽക്കുവാനായിട്ട് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതല്ലേ കുറച്ചുകൂടെ നന്മ, കുറച്ചുകൂടെ നല്ലത്? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് വെച്ചാൽ, ആൻസൺ എന്ന് പറഞ്ഞ എനിക്ക് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നൊന്നും അറിയില്ല. ഞാനത് അറിയുവാനുള്ള അന്വേഷണത്തിലാണ്. അങ്ങനെ അന്വേഷണത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിലാണ് ഈ ഒരു വിഷയം ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വന്നു. അപ്പോൾ സ്നാനം എന്ന പ്രക്രിയയ്ക്ക് സ്നാപകൻ ഉണ്ട്. സ്നാപകനാണ് സ്നാനം ചെയ്യുന്നത്. സ്നാപകനുണ്ട്, സ്നാനാർത്ഥിയുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ സ്നാനം ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു. നമ്മളത് പഠിക്കും. അപ്പോൾ ആ സ്നാപകൻ അതേക്കുറിച്ച് എന്തു പറഞ്ഞു, സ്നാനമേറ്റവരുടെ അനുഭവം എന്തായിരുന്നു, ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാൻ സാധിച്ചാൽ ഞാൻ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു 99% നോളജ്, അറിവ്, ജ്ഞാനം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തിന് വീണ്ടും ഇതിന്റെ പിന്നാലെ പോകണം? ഞാൻ അതങ്ങ് അനുസരിച്ചാൽ പോരെ? അവർ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അംഗീകരിച്ച് അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും അതിന്റെ ഭാഗവാക്കാകുവാൻ സാധിക്കുകയില്ലേ? ഇതാണ് എന്റെ ചോദ്യം. ഈ ചോദ്യം നിങ്ങളുടെ മുൻപാകെ ആയിരിക്കട്ടെ. കാരണം ഇത് വളരെ ഗൗരവമായ ഒരു വിഷയം. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു വിഷയം പഠിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളൊക്കെ ഒത്തിരി പഠിച്ചവരാ, നമ്മുടെ ബുദ്ധി നിറയെ ഇതാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ അൺലേൺ ചെയ്യുന്നു. എനിക്ക് ആ വിഷയം
ഇപ്പോൾ അറിയില്ല, എനിക്കത് പഠിക്കണം. ഇതാണ് അൺലേണിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് എങ്ങനെ മുൻപോട്ട് പോയാൽ, ഏത് വഴിക്കൂടെ പോയാൽ എനിക്ക് കൃത്യമായിട്ട് ആ വിഷയം പഠിക്കുവാൻ സാധിക്കും. ഇതാണ് ഞാൻ അവലംബിക്കുന്നതായ രീതി എന്ന് പറഞ്ഞല്ലോ. ഒരുപക്ഷെ ജോയിൻ ചെയ്യുന്നവരൊക്കെ ഇതേക്കുറിച്ച് വലിയ പഠിച്ച് പാണ്ഡിത്യം, അതുപോലെ തന്നെ ഡോക്ടറേറ്റ് എടുത്തവരൊക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആദ്യം ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു ചർച്ചയിൽ നമ്മൾ എന്തെങ്കിലും ഗ്രഹിക്കണമെങ്കിൽ നമ്മളെ തന്നെ ആദ്യം റീസെറ്റ് ചെയ്യണം, നമ്മളെ ആദ്യം സീറോ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. അടുത്തതായിട്ട് ഞാൻ അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇനിയും ഈ പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിയുമ്പോഴാണ് ഇനിയും തുറന്നുള്ളതായ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് ആദ്യം പ്രവേശിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ വിഷയത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നിങ്ങളും എന്നെ കേൾക്കുന്നവര് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഈ ശനിയാഴ്ച ബൈബിൾ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇനിയും തടസ്സങ്ങളില്ലാതെ എല്ലാ ശനിയാഴ്ചയും കർത്താവിന്റെ വരവ് താമസിക്കുന്നത് വരെ, കർത്താവിന്റെ വരവ് താമസിച്ചാൽ എല്ലാ ശനിയാഴ്ചയും നമുക്ക് ഒരുമിച്ച് ഒത്തുകൂടി നല്ല വിഷയങ്ങൾ, ബൈബിൾ വിഷയങ്ങൾ ഇതുപോലെ എടുത്ത് പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുന്ന കർത്താവ്, കുറെ നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ മാധ്യമത്തിലൂടെ ഒത്തുചേർന്ന് അങ്ങയുടെ നാമത്തെ പ്രതി കർത്താവെ സ്തോത്രം, അങ്ങയുടെ മഹത്വത്തെ പ്രതി, അങ്ങയുടെ നാമ മഹത്വത്തിനായിട്ട് അങ്ങയുടെ ഒരു വിഷയം പഠിക്കുവാൻ കർത്താവെ, അവിടുത്തെ വാഗ്ദത്തത്തെ കുറിച്ച് പഠിക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്നതിനാട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ബൈബിൾ ക്ലാസ്സുകൾ, ഈ ചർച്ചകൾ, ഇതിൽ പങ്കെടുക്കുന്നവരെ, ഇത് കേൾക്കുന്നവരെ ഓരോരുത്തരെയാണ് കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുഗ്രഹം അവരുടെ എല്ലാവരുടെ മേൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന കർത്താവെ, മുൻപോട്ട് വിഷയങ്ങൾ പഠിക്കുമ്പോൾ അതേക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാനും വിശുദ്ധ വേദപുസ്തകത്തിലെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവെ. ഞങ്ങളുടെ അകത്തെ കണ്ണിനെ, ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുമാറാണമേ കർത്താവെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടിയാൽ സ്തുതിക്കുന്നു യേശു കർത്താവിന്റെ തിരുനാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മള് വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ സ്നാനം. അപ്പോൾ ഈ ഒരു പ്രയോഗം പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കുവാൻ ശ്രമിക്കുന്നത് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന ആ പ്രത്യേക പ്രയോഗം വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയെല്ലാം ഉണ്ട്, എത്ര പ്രാവശ്യമാണ് അത് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ പഠനം അവിടുന്ന് നമുക്ക് തുടങ്ങാം. പരിശുദ്ധാത്മാവ് ആരാണ്, സ്നാനം എന്താണ്, ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആരാണ് പരിശുദ്ധാത്മാവ്, സ്നാനം എന്നതുകൊണ്ട് എന്താണ് വിശുദ്ധ വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ നമുക്ക് അറിയാം. അത് ബേസിക് ഫണ്ടമെന്റൽ നോളജാണ്. ആ ഫണ്ടമെന്റൽ നോളജ് ലഭിച്ചതിന് ശേഷമാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന വിഷയം നമ്മൾ പഠിക്കുവാനായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എവിടെയെല്ലാമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ ഒരു പ്രയോഗമുള്ളത്? ഞാൻ വിശുദ്ധ വേദപുസ്തകം പഠിച്ചു നോക്കിയപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് 6 ഭാഗങ്ങളിലാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന ഈ പ്രയോഗമുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ നോട്ട് ചെയ്യാം. ഇത് വീഡിയോ ആയിട്ട് കിടക്കും എങ്കിൽ തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അത് ഒന്നാമത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ അഥവാ യേശു നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. അവൻ എന്ന് പറയുന്നത് സ്നാപക യോഹന്നാൻ, യേശുവിനെ സ്നാനപ്പെടുത്തിയ സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചു പറയുകയാണ്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലമുള്ളവൻ, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ യേശുവോ
നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. അതാണ് നമ്മുടെ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഈ ചർച്ചകളുടെ ഈ ബൈബിൾ ക്ലാസിന്റെ കുറിവാക്യമായിട്ട് എടുത്തിരിക്കുന്നത്. തുടർന്ന് നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 33-ാം വാക്യവും ഇത് തന്നെ നമുക്ക് കാണാം. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ, ഇവിടെ ഒരു പദം ശ്രദ്ധിച്ചോണേ, ആരുടെ മേൽ. നമ്മളത് വളരെ ടച്ച് ചെയ്ത് മുന്നോട്ട് പോകും. ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും. മേൽ ഇറങ്ങുക, വസിക്കുക. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങുക, വസിക്കുക. ഒരു വ്യക്തിയുടെ മേൽ, ഉള്ളിലല്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങുക, വസിക്കുക. നീ കാണുമോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ എന്ന് സ്നാപക യോഹന്നാൻ മനസ്സിലായത്. സ്നാപക യോഹന്നാനെ ഈ ഒരു ദൗത്യത്തിനായിട്ട് അയച്ച പിതാവായ ദൈവം സ്നാപക യോഹന്നാനോട് പറഞ്ഞു, നീ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ നിന്റെ അടുത്ത് വന്ന് സ്നാനപ്പെടും, അവന്റെ മേൽ ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ആവസിച്ച് അവന്റെ മേൽ വസിക്കും. അങ്ങനെ ആരെ നീ കാണുന്നുവോ ആ വ്യക്തിയായിരിക്കും പിന്നീട് പരിശുദ്ധാത്മാവിൽ സ്നാനം നൽകുന്നത്. കാരണം ഇത് പിതാവിന്റെ വാഗ്ദത്തമാണ്. നമ്മൾ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. പിതാവിന്റെ വാഗ്ദത്തമാണ് ഇത്. കർത്താവ് പറയുന്നുണ്ട്. അത് ആ വാഗ്ദത്തം എന്ന വിഷയം കുറച്ച് നീളമുള്ള വിഷയമാണ്. ഞാൻ നേരത്തെ ഇത് ബൈബിൾ ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. എന്റെ ബേഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ ചാനലിൽ ഇതേക്കുറിച്ചുള്ള ബൈബിൾ ക്ലാസ്സുകൾ ഉണ്ട്. അപ്പോൾ പിതാവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ ആ പരിശുദ്ധാത്മാവിൽ സ്നാനം വിശ്വാസികൾക്ക് കൊടുക്കുന്നത് ആരാണ്? ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുന്നത് നീ കാണുന്നുവോ അവനായിരിക്കും. അപ്പോൾ സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുക. തുടർന്ന് മത്തായിയുടെ സുവിശേഷം 3:11 ലൂക്കോസ് 3:14 വരുമ്പോൾ അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. അവൻ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ആ തീയിൽ എന്നുള്ളത് നമ്മളിപ്പോൾ എടുക്കുന്നില്ല, കാരണം അതൊരു കോൺട്രവേഴ്ഷ്യൽ വിഷയമാണ്. നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ പ്രവൃത്തികളുടെ പുസ്തകം 1:5 യേശു കർത്താവ് തന്നെ പറയുന്നു, നിങ്ങൾക്ക് അധിക കാലം കഴിയുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവിൽ സ്നാനം ലഭിക്കും. 6 പ്രവൃത്തിയുടെ പുസ്തകം 11:16 പറയുന്ന പത്രോസ് ഓർക്കുന്നത്, ഈ കർത്താവ് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞ കാര്യം പത്രോസ് ഓർക്കുന്നതാണ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ സ്നാനം ലഭിക്കും എന്ന് ഓർക്കുന്ന ഒരു ഭാഗം. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞാൽ 6 സ്ഥലങ്ങളിൽ മാത്രമേ പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന വിഷയമുള്ളൂ. ആത്മസ്നാനമെന്നും അങ്ങനെ സ്പിരിറ്റ് ബാപ്റ്റിസം എന്നൊക്കെ പലയിടത്തുണ്ട്. സ്പിരിറ്റ് കെയിം അപ്പോൺ എ പേഴ്സൺ എന്നൊക്കെ ഉണ്ട്. ഞാൻ പ്രത്യേകമായിട്ട് ഊന്നൽ കൊടുക്കുന്നത് റൂഹ് ഹഖാദോഷ് അഥവാ പരിശുദ്ധാത്മാവ് കേട്ടോ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ അതിൽ തന്നെ നമ്മൾ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ഈ വിഷയം നന്നായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇത് സ്നാനമാകുമ്പോൾ സ്നാപകൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ആരാണ് സ്നാപകൻ? നാം ഇപ്പോൾ കേട്ട് കഴിഞ്ഞു. കർത്താവ് യേശു ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം നൽകുന്ന സ്നാപകൻ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ സ്നാപകനോട് നേരിട്ട് ചോദിക്കാം. അങ്ങ് പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവിൽ സ്നാനം ലഭിക്കുമെന്ന്. എന്തുകൊണ്ട്, എന്താണ് അങ്ങ് അർത്ഥമാക്കുന്നത്? പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്താണ് അങ്ങ് അർത്ഥമാക്കുന്നത്? കർത്താവിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തില് 49-ാം വാക്യം, കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാരെ അടുത്ത് കൂട്ടി ബേഥാനിയയിലോട് ചെന്നിട്ട് അവിടെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഗ്രഹിപ്പിക്കുകയാണ്. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ഞാൻ പറഞ്ഞല്ലോ, ആ മേലെന്നുള്ള പദം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. കാരണം എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഈ പറഞ്ഞ് തെറ്റിക്കുന്നവര്
നിങ്ങളെ പറഞ്ഞ് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് തന്നെ ആ ഒരു പദം മുറുകെ പിടിച്ചോണം. മേൽ, അപ്പോൺ, ഊപ്പർ ഹിന്ദിയിൽ എന്നുള്ളതായ ആ പദം നിങ്ങൾ മുറുകെ പിടിച്ചോണം കേട്ടോ. കാരണം പരിശുദ്ധാത്മാവിൽ സ്നാനവുമായിട്ട് സ്നാപകൻ പറയുന്ന ഭാഗമാണ്. സ്നാപകൻ പറയുന്ന മാത്രമല്ല, പിതാവായ ദൈവം യേശുവിനെ, പുത്രനാം ദൈവത്തെ സ്നാനപ്പെടുത്തുവാനായിട്ട് അയച്ച യോഹന്നാനോട് പിതാവായ ദൈവം പറയുകയാണ്, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ച് വസിക്കുന്നുവോ. അപ്പോൾ ആ മേലെന്നുള്ള പദത്തിന്റെ പ്രാധാന്യം എത്രയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ അടുത്ത ഒരു പദം പരിചയപ്പെടുകയാണ്, ശക്തി എന്നൊരു പദം. ഈ ശക്തി എന്ന പദം ഇവിടെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇതാണ് അതിന്റെ അർത്ഥം. അതെന്ത് ശക്തിയാണ് നമുക്ക് പിന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ ശക്തി എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഭാഗത്തേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാം. സ്നാപക യോഹന്നാൻ ഇക്കാര്യം പറയുമ്പോൾ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്, അവൻ എന്നിലും ബലമേറിയവൻ. ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ, എന്നാൽ എന്നേക്കാൾ ബലമുള്ളവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുവാൻ ബലം ആവശ്യമാണ്. അത് ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുന്നോ ആ വ്യക്തിക്ക് ആ ബലമുണ്ട്. അതുകൊണ്ടാണ് അവൻ സ്നാപക യോഹന്നാനേക്കാൾ ബലമുള്ളവനെന്ന് പറയുന്നത്. അല്ല, ശാരീരിക ബലമല്ല. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് ഫിസിക്കൽ പവർ അല്ല അവിടെ പറയുന്നത്, ആത്മബലമാണ്, സ്വർഗീയ ബലമാണ്, ഉന്നതത്തിലെ ബലമാണ്. അത് നമ്മൾ ഇനി മുൻപോട്ട് വരുമ്പോൾ കഴിഞ്ഞില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ നമ്മൾ വരുമ്പോൾ അതിന്റെ 4:1-14 ഒന്നാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ വാക്യം പറയുന്നത്, കർത്താവ് ഈ സ്നാനം ഏറ്റതിന് ശേഷം പരിശുദ്ധാത്മാ കർത്താവിന്റെ മേൽ ആവസിച്ച് വസിക്കുവാൻ ആരംഭിച്ചതിന് ശേഷം, ഒന്ന്, കർത്താവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഇനി മൂന്നാമത്തെ പദം ശ്രദ്ധിക്കേണ്ടത് നിറവ് എന്നുള്ളതാണ്. നിറഞ്ഞ്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായി. അപ്പോൾ മേൽ, ശക്തി അഥവാ ബലം, നിറവ്, ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ കോർത്തിണക്കിക്കോണം കേട്ടോ. ഇനി അതിന്റെ 14-ാമത്തെ വാക്യം പറയുന്നു, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് വന്നു. അപ്പോൾ അവിടെ ബലവും ശക്തിയും കിട്ടിയല്ലോ. നമ്മളിപ്പോൾ 3 പദങ്ങൾ പറഞ്ഞത്, മേൽ എന്നുള്ളത് ബലം അഥവാ ശക്തി എന്നുള്ളത് നിറവ്. ഈ 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്നാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളാണ് ഒരുവന് പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റവനാണോ എന്ന് തീർപ്പ് കൽപ്പിക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ്. ഒന്നെന്താണ്? പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ ആവസിക്കണം, വരണം, അവന്റെ മേൽ ആവസിച്ച് അവനെ വസിക്കണം. 2, അവൻ ബലം ധരിക്കണം, ആത്മീയമായി ബലപ്പെടണം. ശാരീരികമായിട്ട് ആകണമെന്ന് നിർബന്ധമില്ല, ആത്മീയമാണ്. കാരണം ആത്മാവ് ബലപ്പെടുമ്പോൾ ശരീരം ബലപ്പെടും. അത് അങ്ങനെയാണത്. ആത്മാവിന് ബലമുണ്ടെങ്കിൽ ആ ശരീരത്തിന് ബലമുള്ളൂ. 3, പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കണം. ഈ 3 ഘടകങ്ങളാണ്, കോമ്പോണൻസ് ആണ് പരിശുദ്ധാത്മാവിൽ സ്നാനമെന്ന ആ വിശുദ്ധ പ്രക്രിയയ്ക്ക് ഉള്ളത്. ദ ഹോളി ഫെനോമിനൻ ഓഫ് ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ്. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റ് ചെയ്താട്ടെ, നിങ്ങൾക്ക് പിന്നീട് ചോദിക്കാം. എന്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ജോയിൻ ചെയ്തെന്ന് പറഞ്ഞ ആരും ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആരും ജോയിൻ ചെയ്തിട്ടില്ല. ഏകദേശം വർഷങ്ങളോളം എന്നെ ഒരു വിധത്തിൽ വെല്ലുവിളിച്ച വ്യക്തി പോലും ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ കാര്യം അറിയിച്ചിരുന്നു. അപ്പോൾ ഇനിയും ഇത് എന്റെ കുഴപ്പമാണെന്ന് ദയവ് ചെയ്ത് പറയരുതേ. നമുക്ക് പതിയെ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 24:49 പറഞ്ഞല്ലോ, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന്. അപ്പോൾ
ഒരു കാര്യം മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവിൽ സ്നാനം പിതാവാം ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇറ്റ് ഈസ് ദ പ്രോമിസ് ഓഫ് ഗോഡ് ദ ഫാദർ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാവുകയാണ്. ഇനിയും പ്രവൃത്തിയുടെ പുസ്തകം 1:4-5 വാക്യങ്ങൾ ഇവര് ഞാൻ ഈ പറഞ്ഞല്ലോ, ഇത് സ്നാപകൻ നമ്മോട് സംസാരിക്കുക കേട്ടോ. നമ്മളൊരു ചോദ്യം സ്നാപകനോട് ചോദിച്ചു, കർത്താവേ ഈ പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്ന് പറഞ്ഞു തന്നെ എന്ന് നമ്മൾ യേശു കർത്താവിനോട് ചോദിച്ചതിന് മറുപടി കർത്താവ് പറഞ്ഞു തരിക കേട്ടോ. ലൂക്കോസ് 24:49 മറുപടി പറഞ്ഞു. അത് നമുക്ക് പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. പ്രവൃത്തി 1:4-5. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ, ഇത് ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 24-ാം അധ്യായത്തിലെ കാര്യമാണ്. അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പോൾ കർത്താവ് നേരത്തെ തന്നെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞു, പിതാവിന്റെ വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ നഗരം വിട്ട് പോകരുത്, നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കണം, ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കണം എന്ന് കർത്താവ് അവരോട് പറയുകയുണ്ടായി. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. ഇവിടെ ഒരു കാര്യം ഞാൻ ഈ വിഷയത്തിൽ നിന്ന് തെറ്റിമാറി പറയുകയാണ്. യോഹന്നാന്റെ സ്നാനം കർത്താവ് അംഗീകരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഈ പലരും ചോദിക്കാറുണ്ട്, യേശുവിന്റെ ശിഷ്യർ ഏത് സ്നാനമേറ്റതെന്ന്. യേശുവിന്റെ ശിഷ്യർ യോഹന്നാന്റെ സ്നാനമേറ്റത്. യേശുവും യേശുവിന്റെ ശിഷ്യരും ഏറ്റത് യോഹന്നാന്റെ സ്നാനമാണ്. അത് വ്യക്തമായിട്ട് ഇവിടെ കർത്താവ് പറയുകയാണ്. നിങ്ങളോ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. ഞാനിത് പറയാൻ കാരണം ചിലര് പഠിപ്പിക്കുന്നുണ്ട് ഈ ശിഷ്യരെ യേശു പിന്നീട് വെള്ളത്തിൽ മുക്കി സ്നാനം കഴിപ്പിച്ചു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലൊന്ന്. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. വിശുദ്ധ വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഇവർ ഏറ്റ സ്നാനം യോഹന്നാന്റെ സ്നാനം തന്നെയാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. അവിടെ കോട്ടഡ് വേർഡാണത്. കൽപ്പിച്ചു, പറയുകയല്ല, ഉപദേശിക്കുകയല്ല, കൽപ്പിച്ചു. ഹി ഓർഡേർഡ്. അപ്പോൾ അതൊരു കൽപ്പനയാണ്. അതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ സ്നാനം ഏറ്റില്ല എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിനെതിരായിട്ട് ചില വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് അത് ഏൽക്കുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ, അതിന്റെ അർത്ഥം നിങ്ങൾ യേശുവിന്റെ കൽപ്പന അനുസരിക്കുന്നവനല്ല. അപ്പോൾ യേശുവിന്റെ ശിഷ്യനാണോ? അല്ല. കാരണം യേശുവിന്റെ ശിഷ്യൻ യേശുവിന്റെ കൽപ്പന അനുസരിച്ചിരിക്കും. ഇത് ഇൻവെർട്ടഡ് കോമാസ്, ഇത് നിങ്ങൾ മാർക്ക് ചെയ്തോണം. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ ഒക്കെ സ്നാനം കഴിപ്പിച്ചു, ഇല്ലേ? നമ്മളെ എല്ലാം സ്നാനം കഴിപ്പിച്ചു. എന്നാൽ ഏറിയ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഇവിടെ ഒരു ടൈം ഗ്യാപ്പ് കൊടുക്കുകയാണ്. ഈ വെള്ളത്തിൽ ഉള്ള സ്നാനത്തിനും പരിശുദ്ധാത്മാവിൽ സ്നാനത്തിനും ഇടയിൽ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുക. കാരണം വെച്ചാല് കർത്താവ് സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാലോ പിതാവിനോട് ചോദിച്ച് ആ വാഗ്ദത്തത്തെ നിങ്ങളുടെ മേൽ അയക്കും. അതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ കർത്താവ് പോയി കഴിഞ്ഞ് ഈ ഒരു കാര്യം, ഈ കർത്താവ് പറയുന്നതായ ഈ ഒരു സംഭവം കർത്താവ് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിതാവിനോട് ചോദിച്ച് പിതാവ് സമ്മതിച്ച് സ്വർഗത്തിൽ നിന്ന് ഇവരുടെ മേൽ അയക്കുകയുള്ളൂ എന്നാണ് അവിടെ പറയുന്ന ആ ടൈം ഗ്യാപ്പ്. ഓർത്തോണേ, ആ ടൈം ഗ്യാപ്പ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ വീണ്ടും മനസ്സിലാക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് മാത്രമേ ഇവിടെ കർത്താവ് പറയുന്നുള്ളൂ. ലൂക്കോസിൽ പറഞ്ഞു നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്ന്. ഇനിയും 1:8 വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുന്നത്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അപ്പോൾ കർത്താവ് പറഞ്ഞു ഏറിയ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ സ്നാനം ലഭിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കുക വീണ്ടും, കർത്താവ് എന്താ ഈ പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറഞ്ഞാൽ? അപ്പോൾ കർത്താവ് അതിന്റെ ഉത്തരം തരികയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ഉയരത്തിൽ നിന്നുള്ള ശക്തി
നിങ്ങളിൽ വന്നിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് അവിടെ കർത്താവ് പറഞ്ഞു പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നത് ഉയരത്തിൽ നിന്ന് ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ ആവസിപ്പിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഉയരത്തിലെ ശക്തിയാൽ ബലപ്പെടും. ഇപ്പോൾ നിങ്ങൾക്ക് എന്റെ സാക്ഷികളായിട്ട് ഇറങ്ങി പുറപ്പെടാൻ സാധിക്കുകയില്ല, എനിക്കത് വ്യക്തമായിട്ട് അറിയാം. കാരണം പീഡനമാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ, അതിനെ അതിജീവിച്ചുകൊണ്ട് എന്റെ രാജ്യം വിസ്താരമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ശക്തി വേണം. അതിന് അരിയാഹാരം കഴിച്ചുള്ള ശക്തി പോരാ. പിന്നെ എന്ത് ശക്തി വേണം? അതിന് ഉയരത്തിൽ നിന്ന് ആത്മശക്തി വേണം. അതിനുവേണ്ടിയാണ് നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായോ? പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ച് ആ വിശ്വാസിയെ ഉയരത്തിലെ ശക്തി കൊണ്ട് നിറച്ച് ആ വിശ്വാസിയെ തുടർന്നുള്ള ജീവിതത്തിൽ യേശുവിന്റെ സാക്ഷിയായിട്ട് ലോകത്തിന്റെ അറ്റം വരെയും പോയി യേശുവിന്റെ സാക്ഷിയാകുവാൻ ബലപ്പെടുത്തുന്ന വിശുദ്ധ പ്രക്രിയക്കാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, കർത്താവ് നമുക്ക് പറഞ്ഞു തന്നത്. ഞാൻ നമ്മുടെ മാനുഷികമായ ഒരു നിർവചനത്തിൽ ഇട്ടുവെന്ന് മാത്രമേ ഉള്ളൂ. എന്റേതായിട്ട് ഞാൻ ഒന്നും അത് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൽ സ്നാനം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഒരു വിശ്വാസിയുടെ മേൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരു സ്നാപകന്റെ കൈക്കീഴിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റ ഒരു വിശ്വാസിയുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ച് ആ വിശ്വാസിയെ സ്വർഗീയ ശക്തി കൊണ്ട്, ആത്മീയ ശക്തി കൊണ്ട്, ദൈവിക ശക്തി കൊണ്ട് ബലപ്പെടുത്തിയിട്ട് തന്റെ മുന്നോട്ടുള്ള ജീവിതം യേശുക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാനായിട്ട് ഈ വ്യക്തിയെ ബലപ്പെടുത്തുന്ന, ശാക്തീകരിക്കുന്ന ഒരു വിശുദ്ധ പ്രക്രിയയാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ നിങ്ങൾക്ക് ഞാനുമായിട്ട് സംവാദിക്കാൻ, ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും. ഇനിയും ഇതിനപ്പുറത്ത് അല്ല, ഈ ഇത്രയും ഭാഗത്ത് നിന്ന് ഞാൻ ഈ പറഞ്ഞത് സ്നാപകൻ പറഞ്ഞതാ, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതാ കേട്ടോ. ആ യേശുക്രിസ്തു പറഞ്ഞതിനപ്പുറത്ത് എന്തെങ്കിലും ഇതിന് നിർവചനമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ആർ മോസ്റ്റ് വെൽക്കം. നമുക്കത് അന്യോന്യം ചർച്ച ചെയ്ത് കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അൺലേൺ ചെയ്തിട്ടാണ് നമ്മൾ ലേൺ ചെയ്യുന്നത്. നമ്മൾ ഇതുവരെയും മനസ്സിലാക്കി പഠിച്ചു വെച്ചിരുന്നതെല്ലാം കളഞ്ഞു, റീസെറ്റ് ചെയ്തു, എന്നിട്ട് ഒന്നേ എന്ന് വെച്ച് നമ്മൾ തുടങ്ങുകയാണ്. ഇതുവരെ എത്തിയപ്പോൾ മനസ്സിലായല്ലോ. ഇനിയും ഇവിടെ കറണ്ട് പോയിരിക്കുകയാണ്, എന്നാലും നമുക്ക് മുമ്പോട്ട് പോകാം. ഇനിയും ഞാൻ പറഞ്ഞല്ലോ, സ്നാപകൻ പറയുന്നത് മാത്രമല്ല, സ്നാനപ്പെട്ടവർ പറയുന്നതുകൂടെ നമുക്ക് സാക്ഷ്യമായിട്ട് സ്വീകരിക്കാം. കാരണം നമുക്കത് അത് വിശ്വാസ യോഗ്യമാണ്. സ്നാനപ്പെട്ടവരുടെ, കർത്താവ് പറഞ്ഞതായ ഈ വാഗ്ദത്തം പ്രാപിച്ചവരുടെ സാക്ഷ്യം നമുക്ക് ഏറ്റവും വിശ്വാസയോഗ്യമാണ്. അവരെന്താണ് അതേക്കുറിച്ച് പറയുന്നത്? ഇനി നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കടന്നു വരാം. ഓക്കെ, നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് 1-ാം അധ്യായത്തിൽ എന്തു പറഞ്ഞോ അത് അക്ഷരം പ്രതി സംഭവിക്കുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രവൃത്തികൾ 2, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ചിലര് പറയാറുണ്ട് ഇത്ര ആളായിരുന്നു എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. 120 പേരെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും എന്ന ഒരൊറ്റ പ്രയോഗം കൊണ്ട് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയില്ല. ഒരുപക്ഷെ കർത്താവിന്റെ ശിഷ്യന്മാരായിട്ട് പൗലോസ് പറയുന്ന 500ഓളം പേരുണ്ടായിരിക്കാം, നമുക്കറിയില്ല. അപ്പോൾ എല്ലാവരും എന്ന ഒരു പദം മാത്രമേ അവിടെ ഉപയോഗിക്കാൻ സാധിക്കൂ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അപ്പോൾ ഏകദേശം ഓർത്തു നോക്കിയ 10 ദിവസത്തോളം കഴിഞ്ഞു. അവര് ബേഥാനിയിൽ നിന്ന് യെരുശലേമിലേക്ക് വരുന്നു. മാളിക മുറിയിൽ കയറി പോകുന്നു. അവിടെ
അന്ന് 120 ഉള്ള ഒരു സംഘം കൂടിയിരുന്നപ്പോൾ പത്രോസ് അവിടെ നടുവിൽ എഴുന്നേറ്റ് പറയുന്നു, യൂദയ്ക്ക് പകരമായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കണം. അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുന്നു, നറുക്കിട്ട് തിരഞ്ഞെടുക്കുന്നു. അതിന് മുമ്പായിട്ട് പത്രോസ് ഒരു നല്ല പ്രസംഗമൊക്കെ നടത്തുന്നുണ്ട് അവരോട്. അങ്ങനെ കഴിഞ്ഞ് പിന്നെ അവര് പ്രാർത്ഥനയിലും ഉപവാസത്തിലും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞു, കുറച്ച് നാളുകൾ കഴിഞ്ഞു. എന്നിട്ടാണ് പെന്തക്കോസ്താ നാൾ വന്നിരിക്കുന്നത്. 50-ാം ദിവസം പെന്തക്കോസ്താ നാൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ദിവസം പെന്തക്കോസ്താ നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അപ്പോൾ അവരൊരു വീട്ടിലാണ് ഇരിക്കുന്നത്. അവിടെ ധാരാളം പേരുണ്ട്. അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അതിന്റെ എണ്ണം നമുക്ക് അറിയില്ല. അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു വലിയ മുഴക്കമുണ്ടായിട്ട്, ഒരു വലിയ കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവൻ, ആ മുഴക്കം, ആ ഒരു പ്രതിഭാസം ആ വീട് മുഴുവൻ നിറയ്ക്കുകയാണ്. അപ്പോൾ തന്നെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. ഇത് തീയാണോ നമുക്കറിയില്ല, അഗ്നിയാണോ എന്നറിയില്ല. കണ്ടാൽ തീ എന്ന് തോന്നും. നമ്മളൊരു കുറെ വിറകെടുത്ത് കത്തിക്കുമ്പോൾ അതിൽ നിന്ന് തീനാളങ്ങൾ പുറത്തു വരുന്നത് പോലെ, ആ തീനാളങ്ങൾ പോലെ തോന്നും. അങ്ങനെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അവിടെ കൂടിയിരുന്ന അവർ ഓരോരുത്തരുടെയും മേല് ഇത് പതിഞ്ഞു, ആവസിച്ചു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് അവിടെ കൂടിയിരുന്ന ഓരോരുത്തരുടെയും മേൽ, ആ വാക്ക് ശ്രദ്ധിച്ചോണേ, എന്ന് വെച്ചാൽ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മേൽ, ഒരു വ്യക്തിയെ പോലും ഒഴിവാക്കാതെ. ചിലർക്ക് പഠിപ്പിക്കാറുണ്ട് 12 പേരുടെ മേൽ മാത്രമാണെന്ന്. അങ്ങനെയല്ല. അവിടെ എത്ര പേരുണ്ടായിരുന്നു അത്രയും പേരുടെ മേൽ. ഞാൻ ഒരു കണക്ക് പറയുക, 300 വെച്ചോളൂ. അപ്പോൾ ആ 300 പേരുടെയും മേൽ, ആ 300 എന്നുള്ള വ്യവസ്ഥയില്ല കേട്ടോ, ഞാൻ ഒരു കണക്ക് പറയുക, 300 പേരുടെയും മേൽ ഈ അഗ്നിനാവുകൾ വന്ന് പതിഞ്ഞു, അവരുടെ മേൽ ആവസിച്ചു. നിമിഷ നേരം കൊണ്ട് അവര് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു, 1 മേൽ വരിക, 2 നിറയുക, 3 ശക്തി പ്രാപിക്കുക. ഈ 3 കാര്യങ്ങള് സംഭവിച്ചിരിക്കണം പരിശുദ്ധാത്മാവിൽ സ്നാനത്തിൽ. എങ്കിൽ മാത്രമേ അത് പരിശുദ്ധാത്മാവിൽ സ്നാനമാകുന്നുള്ളൂ. ഇവിടെ ശക്തി ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് പിന്നീട് നമ്മൾ കാണുന്നെങ്കിലും അതിന്റെ ഒരു അടയാളമായിട്ടാണ്. എന്തോ സംഭവിച്ചു. അവര് സാധാരണ മനുഷ്യരായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരിൽ പെട്ടെന്ന് ഒരു മാറ്റം വന്നു. കാരണം അവരുടെ മേൽ ഈ പരിശുദ്ധാത്മാവ് ആവസിച്ചപ്പോൾ അവരുടെ ശരീരത്തിൽ അവർക്ക് എന്തോ മാറ്റം സംഭവിച്ചു. അവരുടെ നാവ് ചലിക്കുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവിടെ എത്ര പേരുണ്ടായിരുന്ന 300 ഞാൻ പറഞ്ഞല്ലോ, അത്രയും പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അത്രയും പേർ അവിടെ ഉണ്ടായിരുന്ന അത്രയും പേർ പരിശുദ്ധാത്മാവാൽ നിറയപ്പെട്ടു. അത്രയും പേർ എന്ത് ചെയ്തു? അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇതാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ഇനിയും മുൻപോട്ട് വരുമ്പോൾ ഇത് സംഭവിച്ചല്ലോ. കർത്താവ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞു? അത് പ്രവൃത്തികളുടെ 2-4 വരെ 1, 2, 3, 4 വാക്യങ്ങളില് അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മുമ്പാകെ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? പരിശുദ്ധാത്മാവിൽ സ്നാനത്തെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങളുണ്ട്, നമ്മുടെ മുമ്പാകെ അത് സംഭവിച്ച് കണ്ട സംഭവമുണ്ട്. ഇത് 3 പോരെ പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാക്കുവാൻ? ഇനിയും വേറെ എന്തെങ്കിലും വഴിയിലൂടെ പോയി വേറെ ഒരു വാക്യം എടുത്ത് വ്യാഖ്യാനിച്ച് ആകപ്പാട് ഇതിന്റെ രൂപവും കാര്യങ്ങളെല്ലാം മാറ്റി പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാന് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാം കേട്ടോ. ഓക്കെ. ഇനിയും നമ്മൾ അവിടെ കൂടിയിരുന്ന ചിലരോട് ചോദിക്കുകയാണ്, ഇതെന്താ സംഭവിച്ചത്, എന്നതാണ് ഇത്, കാര്യം എന്താ സംഭവിച്ചത്, എന്താ? കാരണം നമുക്ക് ഇത് ഏറ്റവരുടെ സാക്ഷ്യം കിട്ടണം, എങ്കിൽ മാത്രമേ നമ്മളുടെ ആ നോളജ് പൂർണ്ണമാവുകയുള്ളൂ, നമുക്കൊരു പൂർണ്ണമായ അറിവുണ്ടാവുകയുള്ളൂ. അപ്പോൾ അവിടെ റെപ്രസെന്റേറ്റീവായിട്ട് എഴുന്നേൽക്കുന്നത്, ലീഡറായിട്ട് എഴുന്നേൽക്കുന്നത് പത്രോസ് അപ്പോസ്തലൻ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത്രയും പേർ
അന്യഭാഷകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചോദ്യം ചോദിച്ചപ്പോൾ അവിടെ ഒരു നേതാവ് എഴുന്നേൽക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് ഒരു ഡിസിപ്ലിൻ, ഒരു ക്രമമാണ്. അപ്പോൾ നമ്മൾ പിൽക്കാലത്ത് പിന്നെ പഠിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഒരു ക്രമം വരുത്തുന്ന ആത്മാവാണ്, കലഹത്തിന്റെ ആത്മാവല്ല, കോലാഹലത്തിന്റെ ആത്മാവല്ല. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ ഒരു ക്രമം ഉണ്ടായിരിക്കും, അവിടെ ഒരു ചന്തം ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ, കാരണം കർത്താവ് നേരത്തെ തന്നെ പത്രോസ് അപ്പോസ്തലനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, എന്റെ ആടുകളെ മേയ്ക്കുവാൻ, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുവാൻ എന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ അവരുടെ നടുവില് എഴുന്നേറ്റ് നിന്ന് കാര്യം വിവരിക്കുകയാണ്. അപ്പോൾ അതുവരെ പരിശുദ്ധാത്മാവ് അവരുടെ മേലെ ആവസിച്ചിരുന്നില്ല. പരിശുദ്ധാത്മാവ് ആവസിച്ച് അവർ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് ഉയർത്തിനുള്ള ശക്തി പ്രാപിച്ച നിമിഷം പത്രോസ് അപ്പോസ്തലൻ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കുവാനുള്ള ഒരു തലത്തിലേക്ക് കടക്കുകയാണ്. പെട്ടെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇത് യോവേൽ പ്രവചനത്തിൽ യോവേൽ പ്രവാചകൻ പറഞ്ഞ അതേ സംഭവമാണെന്ന്. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. നമ്മളത് യോവേൽ പ്രവചനത്തിൽ വന്നാൽ കാണാൻ സാധിക്കും. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വന്നാൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പത്രോസ് അപ്പോസ്തലൻ എന്താണ് അവിടെ പറയുന്നത്? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. എന്നിട്ട് നമുക്കൊന്ന് വായിക്കാം, യോവേൽ അല്ലെ 2:15 മുതൽ വായിക്കാം. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അത്രയും ഭാഗം വിട്ടു, അന്യഭാഷയെക്കുറിച്ചുള്ള കാര്യം ഞാൻ വിട്ടു. കാരണം വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം പരിശുദ്ധാത്മാവിൽ സ്നാനമാണ്, അടയാളങ്ങളൊക്കെ പിന്നെ നമുക്ക് അത് ചർച്ച ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ അന്യഭാഷകൾ സംസാരിച്ചുകൊണ്ടിരുന്നവർ കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു, അവരുടെ ഭാഷകളിൽ അത് കേട്ടു. എന്നാൽ കുറെ പേര് പരിഹസിക്കുവാൻ തുടങ്ങി. അവിടെ ഓർത്തു നോക്കിയേ, 3000 പേർ അന്ന് സ്നാനപ്പെട്ടെങ്കിൽ അവിടെ എത്രായിരം, ഒരു 10,000-ത്തിലധികം ആൾക്കാർ വന്നിട്ടുണ്ട്. അതിൽ കുറെ പേർക്ക് കേട്ടത് മനസ്സിലായി, ബാക്കിയുള്ളവർക്ക് ഇത് എന്തൊക്കെയോ ചലബില പറയുന്നതായിട്ട് അവർക്ക് തോന്നിയുള്ളൂ. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇവരെല്ലാം മദ്യപിച്ച് ലക്ക് കെട്ടവരാണ്, ഇവരെല്ലാം വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിട്ട് ഈ വേണ്ടാതിനെ കാണിക്കുകയാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു. അപ്പോൾ അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ എഴുന്നേൽക്കുന്നത്. യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മൾ ആ ഒരു ഭാഗം കൊണ്ട് നമുക്ക് എടുത്തുകൊണ്ട് പോവാം കേട്ടോ. അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും, ഞാൻ വായിക്കുന്ന 5-ാം വാക്യമാണ്, യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. അവർ പെന്തക്കോസ്ത ആഘോഷിക്കാനായിട്ട് വന്നവരാ. അപ്പോൾ യെരുശലേമിൽ പാർക്കുന്ന യഹൂദന്മാരുണ്ട്, യെരുശലേമിൽ ദൂരെ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു പാർക്കുന്ന പുരുഷന്മാരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതില് പാർത്ഥ്യര്, പർഥര്, മേദ്യര്, ഏലാമ്യര്, മെസപ്പൊത്യാമ്യര്, യഹൂദ്യര്, കപ്പദോക്യയിൽ ഉള്ളവര്, പൊന്തോസിലുള്ളവര്, ആസിയയിലുള്ളവര്, ഫ്രുഗ്യയിലുള്ളവര്, പംഫുല്യയിലുള്ളവര്, മിസ്രൈമിലുള്ളവര്, കുറേനയിലുള്ളവര്, ലിബിയിലുള്ളവര്, റോമയിലുള്ളവര്, ഇങ്ങനെ കുറെ സ്ഥലത്തു നിന്ന് വന്നവരെ കുറിച്ച് അവിടെ പറഞ്ഞ, അവരെല്ലാം അവരുടെ മാതൃഭാഷയിൽ ഈ അന്യഭാഷ വ്യക്തമായി കേട്ടു. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ യെരുശലേമിൽ പാർക്കുന്നവർക്ക് കാര്യം മനസ്സിലായില്ല. ഈ സംസാരിക്കുന്നവരെല്ലാം യെരുശലേമിലെ ഭാഷ സംസാരിക്കുന്നവരാ, ഓർത്തോണം, ഹെബ്രായ ഭാഷ സംസാരിക്കുന്നവരാ ഈ വന്നിരിക്കുന്നവരെല്ലാം. പക്ഷെ ഇപ്പോൾ അവർ സംസാരിക്കുന്നത് യഹൂദ ഭാഷയിലല്ല, ഹെബ്രായ ഭാഷയിലല്ല. ഇപ്പൊ അവർ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്ത ഭാഷയിലാണ്, അന്യഭാഷയില. അപ്പോൾ യെരുശലേമിലുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവർക്ക് എന്താ അറിയാവുന്നത്? ഹെബ്രായ ഭാഷ മാത്രമേ അറിയുള്ളൂ. ഓർത്തു നോക്കിയേ. അപ്പോൾ അവരെല്ലാം കൂടെ ഒരുപക്ഷെ പറഞ്ഞത് ഇത് കലവിലാണ്, ഇത് ഇവർ വീഞ്ഞു കുടിച്ച്, രാവിലെ വീഞ്ഞു കുടിച്ച് ആകപ്പെടെല്ലാം കൂടെ ഇളകിയിരിക്കുകയാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത്. അവരോടാണ് പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് വ്യക്തമായിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇത് എന്താണ്? അന്ത്യകാലത്ത് യോവേൽ പ്രവാചകൻ മുഖാന്തരം
അരുളി ചെയ്തതുപോലെ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ, യഹോവയുടെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഓർത്തു നോക്കിയേ, ഒറ്റ ആളെ പോലും വിടാതെ ആരൊക്കെ അതിനുവേണ്ടി കൂടി വരുന്നു അവരുടെ മേലെല്ലാം എന്റെ ആത്മാവിനെ വർഷിക്കും, എന്റെ ആത്മാവിനെ ഞാൻ വെക്കും. അവരുടെ എല്ലാം മേലാണ്. ആ പദം ശ്രദ്ധിച്ചോണേ, ഞാൻ ആ പദത്തെ മുറുകെ പിടിച്ചിരിക്കുക. മേൽ, ഒരുവന്റെ മേൽ, ജഡത്തിന്റെ മേൽ എന്നാണ് ഇവിടെ യോവേൽ പ്രവാചകനും എഴുതിയിരിക്കുന്നത്. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പ്രത്യേകം പറയുന്നല്ലോ, വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൽ സ്നാനം, ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത്, ഒരുവൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നത്, ഒരുവൻ ഉയർത്തിലെ ശക്തി പ്രാപിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ ഇല്ല എങ്കിൽ പരിശുദ്ധാത്മാവിൽ സ്നാനമല്ല. നിങ്ങൾ മറ്റേതോ സ്നാനം ഏറ്റിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കേട്ടത് സ്നാനമേറ്റ ഒരാളുടെ സാക്ഷ്യമാണ്. സ്നാനമേറ്റ പത്രോസ് അപ്പോസ്തലന്റെ സാക്ഷ്യമാണ്. അപ്പോൾ സ്നാപകന്റെ ഉപദേശം നമ്മൾ കേട്ടു. എന്താണ് പരിശുദ്ധാത്മാവിൽ സ്നാനമെന്ന്? സ്നാനമേറ്റ ഒരു വ്യക്തിയുടെ സാക്ഷ്യം നമ്മൾ കേട്ടു. ഈ നടക്കുന്നതെല്ലാം യോവേൽ പ്രവാചകനിലൂടെ പിതാവായ ദൈവം പ്രവചനാത്മാവിനാൽ അരുളി ചെയ്തത് അത്രേ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റവര് പ്രവചിക്കുന്നത്. ഈ അന്യഭാഷയിൽ സംസാരിച്ചത് ശരിക്കും പ്രവചിക്കുകയാണ്. എന്താണ് പ്രവചനം? അതൊരു വേറൊരു വിഷയമാണ്. എല്ലാവരും പറയും ഭാവി പറച്ചിലല്ല പ്രവചനം കേട്ടോ. പ്രവചനം എന്ന് പറയുന്നത് നമ്മൾ ഹീബ്രു പദത്തിലേക്ക് നോക്കിയാൽ, അതിന്റെ റൂട്ടിലേക്ക് നോക്കിയാൽ, പ്രവചനം എന്ന് പറയുന്നത് ആത്മാവിന്റെ നിയോഗത്തോടുകൂടി ഒരാൾ സംസാരിക്കുന്നതിനെയാണ് പ്രവചനം എന്ന് പറയുന്നത്. ആത്മാവിന്റെ നബായ എന്ന് പറയും. നബായ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പ്രേരണയോടുകൂടി ഒരു വ്യക്തി സംസാരിക്കുന്ന സംസാരത്തെയാണ് നബായ എന്ന് പറയുന്നത്, പ്രവചനം എന്ന് പറയുന്നത്. അത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പ്രോഫറ്റിയ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. പ്രോ എന്ന് പറഞ്ഞാൽ വരുവാനുള്ളത്, ഫെറ്റിയ സംസാരിക്കുക, പറയുക. ഭാവി പറച്ചിൽ വന്നത് സെപ്റ്റ്യൂജന്റിലൂടെ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ട്രാൻസ്ലേഷനിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഹെബ്രായ ഭാഷയിൽ പ്രവചനം എന്ന് പറയുന്നത് ദൈവാത്മാ പ്രേരിതനായിട്ട് ഒരു വ്യക്തി സംസാരിക്കുക, ഇതിനെ പ്രവചനം എന്ന് പറയാം. അപ്പോൾ ഇവിടെ അന്യഭാഷകളിൽ സംസാരിച്ചത് അവർ പ്രവചിക്കുകയാണ്, അവർ അന്യഭാഷകളിൽ പ്രവചിക്കുക. അപ്പോൾ ഓർത്തു നോക്കുക, അന്യഭാഷ എന്ന് പറയുമ്പോൾ ദൈവാത്മാവ് പ്രേരണ തരുന്നത് പോലെ സംസാരിക്കുകയാണ് അഥവാ പ്രവചിക്കുകയാണ്. ഇതാണ് യോവേൽ പ്രവാചകൻ പറഞ്ഞത്, അന്ത്യനാളിൽ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, അവർ പ്രവചിക്കും എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഈ അന്യഭാഷ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാര്യമല്ല. നമ്മൾ ഈ ഇന്ന് കേൾക്കുന്നത് പോലെ പലരും പരിഹസിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല അന്യഭാഷ. അത് വളരെ വ്യത്യസ്തമാണ്. നമ്മൾക്ക് ആ ഒരു വിഷയം ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ എടുക്കാം. ഇന്നിപ്പോ കറണ്ട് ഇവിടെ പോയിരിക്കുകയാണ്, എന്റെ ചാർജ് തീരാറായി. അതുപോലെ തന്നെ നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 40ഓളം മിനിറ്റുകളായി. ഞാനിത് ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ നിർത്തിയ ഈ പോയിന്റ് മുതൽ നമ്മൾ കർത്താവിന് വരെ താമസിച്ചാൽ അടുത്ത ശനിയാഴ്ച ഇതേ സമയത്ത് ഫേസ്ബുക്കിൽ ലൈവിൽ വരുന്നതായിരിക്കും. എന്റെ പേജിൽ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. അതുവരെ നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ തുറന്നു ചോദിക്കാം. എന്റെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് എന്തും എഴുതിയിടാം. ദയവ് ചെയ്ത് പരിഹാസമോ അനാവശ്യ കാര്യങ്ങളോ വൃത്തികേടോ നിങ്ങൾ എഴുതരുത്. അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും ഞാൻ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ളവരെ എനിക്ക് വേണ്ട. എന്റെ ലിസ്റ്റിൽ അങ്ങനെയുള്ളവർ വേണ്ട എന്ന് ഞാൻ തീരുമാനം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൗരവമായിട്ട് ഇത് പഠിക്കുവാൻ ആഗ്രഹമുള്ളവർ മാത്രം താഴെ കമന്റ് ചെയ്യുക. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മൾ എന്താണ് ഇന്ന് പഠിച്ചത്? നമ്മൾ സ്നാപകനോട് ചോദിച്ചു, കർത്താവെ ഈ പരിശുദ്ധാത്മാവിൽ സ്നാനം എന്താണ്? അപ്പോൾ സ്നാപകൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കും, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും, ദൈവിക ശക്തിയാൽ നിങ്ങൾ ശാക്തീകരിക്കപ്പെടും, നിങ്ങൾ ബലവത്താക്കപ്പെടും, എന്നിട്ട് നിങ്ങൾ എന്റെ സാക്ഷികളായി ലോകമെമ്പാടും യാത്ര ചെയ്യും. ഇതാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം. നമ്മൾ പരിശുദ്ധാത്മാവിൽ സ്നാനത്തിന്റെ ഒന്നാമത്തെ അടയാളമായിട്ട് കണ്ടു പ്രവചനം എന്നുള്ളത്. അത് നമ്മൾ
അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുന്നു, പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ കൊടുത്തതുപോലെ അവർ നബായ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ പ്രവചിച്ചു. അവർ അന്യഭാഷകളിൽ അവിടെ കടന്നു വന്ന, പുറമേ നിന്ന് കടന്നു വന്നവർ മനസ്സിലാകത്തക്ക വിധത്തിൽ, എന്നാൽ ആ പട്ടണത്തിലുള്ളവർ അവർക്ക് മനസ്സിലായില്ല. കാരണം അവരുടെ ഭാഷയല്ല സംസാരിച്ചത്, പരിശുദ്ധാത്മാവ് കൊടുത്ത അന്യഭാഷകളാണ് സംസാരിച്ചത്. അതുകൊണ്ട് കേട്ടവർക്ക് മനസ്സിലായി. അവരെല്ലാം ചേർന്ന് വന്നു. അങ്ങനെ പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ ഏകദേശം 3000 പേരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എന്നിട്ട് അവർ മാനസാന്തരപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു. നമ്മൾ 2:38 വരുമ്പോൾ സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ പിതാവിന്റെ വാഗ്ദത്തം ലഭിക്കും. അവരെല്ലാം പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടു എന്ന് നമുക്ക് ഊഹിക്കാം, നമുക്ക് അങ്ങനെ ഗ്രഹിക്കാം. അതിന് തെളിവ് അവിടെയില്ല. അവരെല്ലാം പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടു എന്ന് തെളിവില്ല. വെള്ളത്തിൽ സ്നാനപ്പെട്ടു എന്ന് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. അവരെല്ലാം സഭയോട് ചേരുകയും ചെയ്തു. അപ്പോൾ സഭയിൽ ചേർന്ന എല്ലാവരും അന്ന് വെള്ളത്തിൽ സ്നാനപ്പെട്ട്, ഒരു പക്ഷേ ആ നിമിഷം തന്നെ അവരെല്ലാം പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട് അവർ സഭയോട് ചേർന്നു. അവർ ഒരുമിച്ച് കൂടിയിരുന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കലും പ്രാർത്ഥനയും ആചരിച്ച് അവർ മുൻപോട്ട് അവരുടെ ജീവിതം ആരംഭിച്ചു. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി വരും ദിവസം കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ശനിയാഴ്ച മുൻപോട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിട്ട് ഞാനൊരു വിഷയം പറഞ്ഞിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ അങ്ങനെയൊന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഇത്രയും നിങ്ങൾ കേട്ടുവെങ്കിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്നാനം ഏറ്റ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ ഉള്ളിൽ ബോധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളത് പ്രൊഫസ് ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ആലോചിക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട്, നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും എല്ലാം പരിശുദ്ധാത്മാ ബലത്താൽ നിറയപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും അടയാളം പ്രവർത്തിച്ച് ആണോ ഇത് നിങ്ങൾ സ്ഥിരീകരിച്ചത് എന്ന് സ്വയം ചോദിക്കുക. അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾക്ക് വെറും ബോധ്യം മാത്രമാണ്, ആരോ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അത് വിശുദ്ധ വേദപുസ്തകവുമായി ബന്ധമുള്ള കാര്യമല്ല. ഏതോ വ്യക്തികൾ അവർക്ക് തോന്നുന്ന വിധത്തിൽ ഇതൊക്കെ വ്യാഖ്യാനിച്ച് നിങ്ങളെ പഠിപ്പിച്ചിരിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാം, നമ്മെ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, നന്ദി, നന്ദി.